നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കും. ഇപ്പൊ എന്റെ ഒരു ബുദ്ധിയും പ്രവർത്തിക്കില്ല. മഴ എന്റെ മോള, എന്റെ മാത്രം മോള. അവളുടെ മേലെ ഒരാളും അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കണ്ട. ആരെങ്കിലും അവകാശം സ്ഥാപിക്കാൻ വന്ന ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു തോന്നുന്നുണ്ടോ? അങ്ങനൊരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഞാൻ കൂട്ടു നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രവർത്തിക്കണം. അവന്റെ മോള മഴയെന്ന് കാർത്തിക് അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ അടങ്ങിയിരിക്കില്ല. നീചനാവൻ. മറ്റുള്ളവരുടെ വേദന അറിയാത്തവനാ. അവൻ മഴയെ എണ്ണി നകറ്റും, കൊണ്ടുപോകും. അവൻ ഏത് വിധേനെ മഴയെ സ്വന്തമാക്കും. എന്റെ കണ്ണീരെ കാണണം, അത് മാത്രം അവന്റെ ലക്ഷ്യം. നീ പറഞ്ഞത് വളരെ ശരിയാ. അവനെ ഒരു ശത്രു എന്നല്ല പറയണ്ടേ, ദ്രോഹിയാ. അവൻ നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി എന്തും ചെയ്യും. മഴ കുഞ്ഞ, അവളെ കാർത്തിക്കിന്റെ പഴങ്കഥകൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനാവില്ല. ആ മനസ്സിൽ തോന്നിയിട്ടുള്ള സ്നേഹം അവള് കാണിച്ചുകൊണ്ടേയിരിക്കും. MK മാസ്റ്ററിന് വേണ്ടി അവള് കരയും. ഒരു ദ്രോഹിയായ കാർത്തിക്കിനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അവനെ അടുത്ത് നിർത്തുന്നതല്ലേ? ഒന്നുമില്ലെങ്കിലും അവന്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാനെങ്കിലും പറ്റും. അവനും മോളും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം. അതാ എപ്പോഴും നമുക്ക് സുരക്ഷിതം. നീ ഒരു കളക്ടറല്ലേ, ബുദ്ധിയുള്ള പെണ്ണല്ലേ? ആലോചിച്ചു നോക്ക. ഇനി മകളെ കാണാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനെ ഇവിടെ നാട്ടി ഇറക്കി വിട്ട എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ അവന് വാശി കൂടും, ഓരോരോ കുരുക്കുകൾ ഉണ്ടാക്കും. പെട്ടുപോകും നമ്മള്. അതിന്റെ അവസാനം മഴയെ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. തൽക്കാലം കാർത്തികിനെ കൂടെ നിർത്തണോ ആട്ടിപ്പായിക്കണോ എന്ന് നീ തന്നെ ആലോചിക്കേ. എന്നിട്ട് ശരിയായൊരു തീരുമാനം എടുക്ക. സുന്ദരി ഒരിക്കലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരിക്കലും മഴമോളെ ഒന്ന് കാണാൻ പോലും സുന്ദരി അനുവദിച്ചെന്നും വരില്ല. സുന്ദരിക്ക് അതിന് പറ്റില്ല. ഒരുപാട് നാടകങ്ങളെ കണ്ട് പഴകിയവളാ ഞാൻ. ഇനിയും അതെന്റെ മുന്നിൽ വില പോവില്ല കാർത്തിക്. മാറിയെന്നും ഇയാള് നന്നായി എന്നും പശ്ചാത്താപം കാരണം തല കുമ്പിട്ട് പോയെന്നും സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് സാക്ഷ്യം പറഞ്ഞാലും സുന്ദരി വിശ്വസിക്കില്ല. ദൈവത്തിന് പോലും നിശ്ചയിക്കാനാവില്ല ഇയാളുടെ സ്വഭാവം എപ്പോഴാ മാറുന്നെന്ന്. കൂടെ നിൽക്കുന്ന ആരെ ചതിക്കുമെന്ന് പടച്ച തമ്പുരാന് പോലും മനസ്സിലാവുകയില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ നീ. നീ എന്റെ മോളെ തന്ത്രത്തിൽ കൊണ്ടുവന്ന് നിന്റെ സ്നേഹത്തിന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തി പെട്ടുപോയി. സമ്മതിച്ചു തരുന്നു ഞാൻ. ഇപ്പൊ നിന്റെ ആവശ്യം ഞാൻ അംഗീകരിക്കാൻ പോവാ.
ഇനിയെങ്കിലും നീ ദ്രോഹിക്കില്ല എന്ന പ്രതീക്ഷയിലൊന്നുമല്ല. നിന്റെ ഓരോ വാക്കിലും ഓരോ നോക്കിലും പ്രവൃത്തിയിലും ചതി ഒളിഞ്ഞിരിക്കും എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാ മഴയ്ക്കൊപ്പം ഇവിടെ നിൽക്കാൻ നിനക്ക് ഞാൻ അനുവാദം തരുന്നത്. പക്ഷേ നീ മഴയോട് കാണിക്കുന്ന സ്നേഹം അവനെ അല്ല എങ്കിൽ, ഒരു തരി ഇഷ്ടം ആ കുഞ്ഞിനോട് നിനക്കുണ്ടെങ്കിൽ നീയാണ് അവളുടെ അച്ഛനെന്ന് ഒരിക്കൽ പോലും എന്റെ മോളോട് പറഞ്ഞേക്കരുത്. നീ കുറച്ചു മുന്നേ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും താലി കെട്ടുകയും ഭാര്യയാക്കുകയും ചെയ്ത ഒരൊറ്റ പെണ്ണെ നിന്റെ ജീവിതത്തിലുള്ളൂന്ന്. വൈഗ മാഡം, ഞാൻ ഈ പറഞ്ഞത് ആ വൈഗ മാഡത്തെ പിടിച്ച് നീ സത്യം ചെയ്തു തരണം. വൈഗ സത്യം മഴയോട് ഞാനാണ് അച്ഛനെന്ന് പറയില്ല എന്ന് താൻ എനിക്കിപ്പോ ഇവിടെ വെച്ച് സത്യം ചെയ്തു തരണം. എന്നാ മാത്രമേ ഇനി നിങ്ങൾ മഴയെ കാണൂ. അതാണ് എന്റെ തീരുമാനം. പറ്റുമോ? സത്യം ചെയ്തു തരാൻ പറ്റുമോ ഇയാൾക്ക്? എന്റെ മോളെ കാണുന്നതും താൻ അവളുടെ കൂടെ ഇരിക്കുന്നതും എല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ തള്ളിക്കളയും. പക്ഷെ ഒരു കാരണവശാലും തന്റെ മുഖത്ത് നോക്കി അച്ഛ എന്ന് അവൾ വിളിക്കരുത്. അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് സത്യം ചെയ്താൽ മാത്രമേ എന്റെ മോൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ തന്റെ സാമീപ്യം അനുവദിക്കും. അതല്ല, താനാണ് അച്ഛനെന്ന് മഴമോളെ അറിയിക്കാതെ തനിക്കൊന്നും പറ്റില്ല എങ്കിൽ ദേ ഇവിടെ നിന്നും തിരിഞ്ഞു നടക്കാം ഈ ആശുപത്രിയുടെ പുറത്തേക്ക്. മേലിൽ എന്റെ മോളുടെ കൺവെട്ടത്ത് താൻ വരരുത്. തന്റെ അരികിൽ അവളെ എത്താതെ ഞാനും നോക്കിക്കോളാം. എന്തു പറയുന്നു? സത്യം ചെയ്യാൻ പറ്റുമോ ഇയാൾക്ക്? വൈഗ മാഡത്തെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുമോന്ന്? എന്റെ വൈഗ സത്യം. മഴമോളോട് ഞാനാണ് അച്ഛനെന്നുള്ള സത്യം ഞാൻ പറയില്ല. ഒരിക്കലും മഴമോളെ കൊണ്ട് എന്നെ അച്ഛാന്ന് ഞാൻ വിളിപ്പിക്കില്ല. ഇപ്പൊ വിളിക്കുന്നത് പോലെ മാസ്റ്ററെ തന്നെ മഴമോൾ എന്നെ വിളിച്ചോട്ടെ.